ഐവിനിവിടെ വരാറുണ്ടോ ഏട്ടാ? ഐവി വരാറുണ്ട്. ഐവി നമ്മുടെ പയ്യനല്ലേ, നമുക്ക് വേണ്ടപ്പെട്ട ആളല്ലേ. ഐവിന് എന്നായിരുന്നു അവസാനമായിട്ട് വന്നേ? മൈക്കുന്ന തലേദിവസം എൻ്റെ വീട് ഇതാണ്, ഇതിന്റെ ബാക്കിലാണ് എൻ്റെ വീട്. ഞങ്ങളുടെ അയൽവക്കം ഒരു ഏരിയയാണ്. എന്താ ഏട്ടാ ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? എന്താ പറയാ, നമുക്ക് സംരക്ഷണം തരേണ്ട ഉദ്യോഗസ്ഥർ തന്നെ ഈ വക പണ്ട് ചെയ്ത അവരെ കുറിച്ച് പറഞ്ഞു. അതന്നെ പറയാനുള്ളൂ. ഇവരൊക്കെ ജോലിന്ന് പറഞ്ഞു വിടുകയുണ്ട് അല്ലേ? ജോലിന്ന് പറഞ്ഞു പറഞ്ഞാൽ തൂക്കി കൊല്ലം ചെയ്യണം, രണ്ടും ചെയ്യണം, എന്നാലും മറ്റുള്ളവർക്ക് ഒരു പാടാവുള്ളത്. കാരണം നമുക്ക് സംരക്ഷണം തരേണ്ട ഉദ്യോഗസ്ഥരല്ലേ ഇവരൊക്കെ. ഒരു പയ്യന് 24 വയസ്സ് പ്രായമുള്ള പയ്യനല്ലേ, അവൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായി കഴിഞ്ഞാൽ അത് മറ്റവരെല്ലാം അത് മനസ്സിലാക്കി പെരുമാറുന്നത്. ഒന്ന് ഇവനൊരു പയ്യനാണ്, ഇവർ 24 വയസ്സ് പ്രായമുള്ള, അവന് ലോകം എന്താണെന്ന് പഠിച്ചു വന്നുള്ളൂ. മറ്റുള്ളവർ ഉദ്യോഗസ്ഥന്മാരിൽ 2 പേരും അവർ. അപ്പോൾ ഈ പയ്യനോട് അങ്ങനെയാണ് പെരുമാറേണ്ടത്. ഇതിൻ്റെ ഭാഗത്ത് ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടായാൽ പോലും അവർ അത് മനസ്സിലാക്കി പെരുമാറേണ്ട ആളുകൾ 1.5 കിലോമീറ്റർ ദൂരമൊക്കെ ഒരു പയ്യനെ ബോണറ്റിൻ്റെ മുകളിൽ വണ്ടി ഓടിച്ച് പോവുക, പിന്നെ സഡൻ ബ്രേക്ക് ഇട്ട് അവനെ വീഴ്ത്തി അതിൻ്റെ മുകളിൽ കൂടെ വണ്ടി കയറ്റി അവൻ്റെ ഞാൻ അവൻ്റെ മോട്ടോർ സൈക്കിളിൽ പോയി കയറി കണ്ട ആളാണ്. അവൻ്റെ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗം 1 ഇഞ്ചോളത്തോളം ഇറച്ചിയില്ല, റോട്ടിൽ ഉറഞ്ഞിട്ട് എല്ല് കാണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത്രയും റോട്ടിൽ ഉറഞ്ഞ് അവൻ്റെ ഇറച്ചി തീർന്നു പോയി. ബാക്ക് ബോണറ്റിൽ റോട്ടിൽ അടിച്ച് വീണിട്ട് ഈ ബാക്ക് ബലൂൺമ തൊടുന്ന പോലെ അവൻ്റെ ഈ ബാക്ക് ഭാഗം. കാരണം ബോണറ്റിൽ ഇവർ സഡൻ ചവിട്ടി കഴിഞ്ഞപ്പോൾ അവൻ തലയടിച്ച് കൊണ്ട് വീണു. അപ്പോഴാണ് ഈ ബാക്കിൽ ആ സ്ക്രാച്ച് ഉണ്ടായത്. പിന്നെ ഇവൻ്റെ ഈ 2 തുടയുടെ മധ്യഭാഗത്ത് ഇവരുടെ ഫ്രണ്ട് വീല് കയറി ജാമായേക്കാണ്. ഇത് കറങ്ങിയിട്ട് ഇവൻ്റെ ഈ ഭാഗം മൊത്തം തൊലി പോയി കറുത്തിരിക്കുകയാണ്, കരിഞ്ഞ ഭാഗത്ത് കളറായി. തുടയുടെ ഭാഗം അല്ലേ? 2 സെൻറ്റർ ഭാഗം, സെൻറ്റർ ഭാഗം കരിഞ്ഞിരിക്കുകയാണ്. കാരണം ഇവർക്ക് വണ്ടി മുന്നോട്ട് പറ്റാത്ത സ്റ്റേജായി. വീല് കിടന്ന് കറങ്ങിയിട്ട്, കാരണം ഈ പയ്യൻ ഇച്ചിരി വെയിറ്റുള്ള പയ്യനാണ്, 6 അടിയിൽ മേലെ പൊക്കമുണ്ടവന്. അപ്പോൾ ഈ വീല് കറങ്ങി കാരണം ഇവർക്ക് വണ്ടി ഫ്രണ്ടിട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ പയ്യൻ്റെ മേലക്കട കയറ്റി അവർ കൊണ്ടുപോയനെ. അപ്പോഴേക്കും ആ നാട്ടുകാരോ കണ്ട് തടഞ്ഞു നിർത്തി ഒച്ചപ്പാടുണ്ടാക്കി ഇവരിറങ്ങി ഓടിയിട്ട് ഒരാൾ ഇവർക്ക് പിടുത്തം കിട്ടി, മറ്റൊരാൾ ഓടിപ്പോയി. ഇതൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ. പക്ഷേ ഒരിക്കലും സംഭവിക്കാൻ പാടാത്ത കാര്യങ്ങളാണ് നടന്നത്. ഞാൻ പറഞ്ഞതാണ്, നമുക്ക് സംരക്ഷണം തരേണ്ടവരാണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആരോടെ പറയാം, ഇവരെ ജോലിയിൽ പിടിച്ചു വരണം, ഇവരെ തൂക്കി കൊല്ലാൻ വേണം, എന്നാലാണ് അടുത്ത ഇനിയുള്ളവർക്ക് ഇത് പാടാവുള്ളൂ. പോലീസുകാർ നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കണം. അതുപോലെ ഇത് കണ്ട സാക്ഷികൾ അവരുടെ മനസാക്ഷിയെ വഞ്ചിക്കാതെ സത്യം തുറന്ന് പറയണം. തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. കണ്ട ആൾക്കാർ തുറന്ന് പറയണം. കാരണം ഒരു പയ്യൻ, ഞാൻ പറഞ്ഞില്ലേ, കാറിന്റെ മുകളിൽ 1.5 കിലോമീറ്ററോളം പോയിട്ട് മുകളിൽ നിലവിളിച്ച പോയത്. അവിടെ കണ്ടവര് പറഞ്ഞതാണ് നിലവിളിച്ച പോയെന്ന്. ഞാൻ ഈ ആളെ കണ്ടില്ല, പക്ഷെ കേട്ടതുകൊണ്ടത് 1.5 കിലോമീറ്റർ പയ്യൻ ബോണറ്റിന്റെ മുകളിൽ ഓടിച്ചു പോയതാ. അപ്പൊ ഇത്രയും സംഭവങ്ങളൊക്കെ ഒരു സാധാരണ നമുക്കൊരു പിടിയുന്ന ദേഷ്യം വന്ന ഒരാളെ അടിച്ച് വീണു ഉണ്ടായ സംഭവം അല്ലത്. ഇത്ര സമയങ്ങളോളം ദേഷ്യം അവർ നിലനിർത്തി മണിക്കൂർ കൊണ്ടാണ് ഈ പയ്യനെ കൊന്നേക്കണത്. ശരിക്കും പറഞ്ഞാൽ അത് കൊല്ലണമെന്ന് തന്നെ നല്ല ഉദ്ദേശത്തോട് തന്നെയാണ് അവർ ചെയ്തേക്കണത്. ഞാനത് പയ്യന്റെ ഭാഗത്ത് ചിലപ്പോൾ തെറ്റുണ്ടാവായിരിക്കും, അവന് പക്വത കുറവുണ്ടല്ലോ. ആ പക്വത കുറവ് മറ്റുള്ളവർ അവൻ മനസ്സിലാക്കി അത് ചെയ്യേണ്ടതായിരുന്നു. ഇവൻ ലോകം എന്താണെന്ന് മനസ്സിലാക്കി വന്നുള്ളൂ. അതിന് ജോലി കിട്ടിയിട്ട് എത്ര നാളായിരുന്നു? അതിന് ജോലി കിട്ടിയിട്ട് 1 വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ എനിക്ക് എൻ്റെ അറിവ് കൃത്യമായിട്ട് അറിയില്ല. അവൻ അവിടെ കുക്കായിട്ട് അവൻ എയർപോർട്ടിൻ്റെ അടുത്ത് ഹോട്ടലിൽ കുക്കായിട്ടാണ് പോണത്. ഒരു 200 മീറ്റർ മാറിയാണ് അവൻ ജോലി ചെയ്യുന്ന ഹോട്ടൽ, 200 മീറ്റർ മാറിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ പട്ടിയെ വട്ടം ചാടിയാലെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കാറൊക്കെ മേടിച്ചു കൊടുത്ത് അവന് കിട്ടുന്ന സാലറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഫീസ് അടയ്ക്കാനും പെട്രോൾ അടിക്കാനും കഴിയില്ല. പക്ഷേ എന്നിട്ട് പെട്രോൾ താമസം വരെ കണക്കാക്കിയിട്ടാണ് ഒരു കാറ് മേടിച്ചു കൊടുത്തത് വെച്ചിട്ട് അപ്പനും അമ്മയും. ഈ കാറ് മേടിച്ചിട്ട് എത്ര നാളായിരുന്നു? കാറ് മേടിച്ചപ്പോൾ 2 വർഷത്തോളമായി. 2 വർഷത്തോളമായി. അവൻ പാലയിൽ പഠിക്കുന്ന സമയത്ത് വരെ അവന് കാറ് മേടിച്ചു കൊടുത്താൽ ഒരാപത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്.
അത്രയും സേഫാണ് അവർ കൊണ്ടുനടക്കുന്നത്. കുഞ്ഞിലെ മോൻ ചേർന്ന് അറിയുന്നതല്ലേ? ഞാൻ എടുത്തു വളർത്തിയ മോനല്ല, എനിക്കറിയാൻ പാടില്ലേ. ചേട്ടന് എടുത്തു വളർത്ത മോനാണ്. അപ്പോൾ ഒരു സ്വന്തം ഒരു മോനെ പോലെ തന്നെ തൊട്ട് അയലോക്കമാണ്. എൻ്റെ മോനെ പോലെ തന്നെയാണുള്ളത്. അത്ര എനിക്ക് ശരിക്കും അറിയാവുന്ന പയ്യനാണ് അവൻ. ഒരു ദുശീലവും ഇല്ല, മദ്യപിക്കില്ല, വീഡിയോ വലിക്കില്ല, ഒരാളായിട്ട് ഇഷ്ടക്കുറവില്ല, ഇന്നും ഒരാളായിട്ട് ഒരു പ്രശ്നം പോയിട്ടില്ല. അപ്പൊ അങ്ങനെ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു പയ്യനായതുകൊണ്ട് ഞാൻ എത്ര കൃത്യമായിട്ട് പറയണത്. ഇവിടെ വന്നപ്പോൾ അറിഞ്ഞത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു പിള്ളേരുമായിട്ടാണ് കമ്പനി. തൊട്ടടുത്തുള്ള വീട്ടിലെ കുഞ്ഞു പിള്ളേരുമൊക്കെ ആയിട്ടാണ് കമ്പനി. അപ്പോൾ അവൻ്റെ മനസ്സ് അതുപോലെ നിഷ്കളങ്കമാണെന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അവൻ ഇന്നും ഓരോ പ്രശ്നത്തിന് പോയിട്ടില്ല എന്ന് കാരണം എനിക്ക് അറിയാവുന്ന ആളല്ലേ. എൻ്റെ അയൽവക്കായതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ മോനെ പോലെ ആയതുകൊണ്ട് ഞാൻ പറയണതല്ല. അവൻ അത്ര ഡീസൻ്റാണ്. എൻ്റെ മോളുടെ കല്യാണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവനെ എൻ്റെ കാറ് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഞാൻ ഓടിക്കുന്നതൊക്കെ സേഫായിട്ട് അവൻ കാർ ഓടിച്ചു പോകും. എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം എറണാകുളത്തായാലും തൃശ്ശൂരായാലും അവൻ സ്വർണ്ണം എടുക്കാനും ആവശ്യങ്ങൾക്കൊക്കെ വൈഫിനെ കൂടി ഞാൻ വിടാറുണ്ട്. ഭംഗിയായിട്ട് വണ്ടി ഓടിച്ച് പോകുന്ന ആൾ. ഞാൻ പോലും ചിലപ്പോൾ ഓട്ടോയ്ക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഞാൻ കയറി പോയിട്ടുണ്ട്. പക്ഷെ അവൻ ഓട്ടോയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ പോലും അവൻ പക്കയാണെങ്കിൽ മാത്രമേ കയറി പോകുള്ളൂ. അങ്ങനെ ഡീസൻ്റായിട്ട് വണ്ടി ഓടിക്കുന്ന പയ്യനാണ്. അത്ര നല്ലൊരു പയ്യനോട് അത്ര ക്രൂരത കാണിക്കുക എന്ന് പറയുമ്പോഴത്തേനും ഉണ്ടായ പിഴവാന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണം ഉണ്ടാക്കി അവന്റെ അറ്റാക്ക് ചെയ്യാന്ന് പറയുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞ അവര് മദ്യപിച്ചിരിക്കല്ലേ ഏട്ടാ? അവര് 99% മദ്യപിച്ചിട്ടുണ്ടാവണമെന്നാണ് എൻ്റെ അറിവ്. കാരണം അല്ലെങ്കിൽ പിന്നെ ഒരു സാധാരണ ഒരു സ്വഭാവത്തിലൊരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന പോലീസ് ഇവര് മദ്യപിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ വല്ല റിപ്പോർട്ടും പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. അറിയത്തില്ല. ഒരു മെഡിക്കൽ വല്ല എടുത്തോന്ന് വല്ല അറിയാവോ? അതും അറിയില്ല. എന്താണേലും നല്ല രീതിയിലുള്ള അന്വേഷണം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിലുള്ള അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്ത് നല്ല സഹകരണമുണ്ട്. എന്തായാലും അവർക്ക് നല്ല ശിക്ഷ കിട്ടുന്നത് തന്നെയാണ് നാട്ടുകാരുടെ മൊത്തം ആഗ്രഹം. ഓക്കെ ഏട്ടാ, താങ്ക് യു ഏട്ടാ.